ഹായ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ് ടിപ്പ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ ബിസിനസ്സിലെ ഏറ്റവും അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനാവശ്യമായ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ 8ാം എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ്സിലെ ഏറ്റവും അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള സെയിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനാവശ്യമായ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യമായിട്ട് വരുമ്പോൾ അത് മിക്കവാറും എല്ലാ ഷോപ്പുകളിലോ സ്ഥാപനങ്ങളിലോ ഒരേ ക്വാളിറ്റിയിൽ ഒരേ വിലയിൽ അവൈലബിൾ ആണ് എങ്കിലും നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നായിരിക്കില്ലേ? അതുതന്നെയാണ് ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ KLT റൂൾ ഓഫ് സെല്ലിംഗ്. കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയുടെ ഓരങ്ങളിലെല്ലാം വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും കമ്പനികൾ. അതുപോലെ വ്യത്യസ്ത കമ്പനികൾ പല രീതിയിലുള്ള പരസ്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സാന്നിധ്യം, അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ കമ്പനി ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയും അവരെ സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ സർവീസിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിന്, പൊതുജനങ്ങൾക്ക് അറിയണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പരസ്യ മാർഗങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ലോകമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ഥാപനത്തെ, നിങ്ങളുടെ സർവീസിനെ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അറിയണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തെ പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിന് വേണ്ട മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എല്ലാണ്. എന്ന് പറഞ്ഞാൽ ലൈക്ക്. നിങ്ങളുടെ സ്ഥാപനത്തെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ അവരുടെ തൊഴിലാളികൾക്ക് നിരന്തരം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്ഥാപനത്തെ, നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ, നിങ്ങളുടെ സർവീസുകളെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് ആദ്യം ഇഷ്ടപ്പെടേണ്ടത് നിങ്ങളുടെ സ്റ്റാഫുകളാണ്. കാരണം പൊതുജനങ്ങൾ ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വരുമ്പോൾ അവർ ആ പ്രൊഡക്റ്റിൽ ഉപരി നമ്മളടുത്ത് കിട്ടുന്ന സർവീസുകളും കാര്യങ്ങളും അവർ വിലമതിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളടുത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികൾ, അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനേക്കാൾ ഏറെ അവർ മറ്റ് പലതും നമ്മളടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, അവർ സൗഹൃദപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരിക്കാം, സ്ഥാപന മേധാവികളുടെ ഇടപെടലായിരിക്കാം, അവരുടെ ജോലിയിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ, എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ വിൽപ്പന എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ അവർ എത്രമാത്രം ഭംഗിയായി ആ കസ്റ്റമറുമായിട്ട് ഇടപെടുകയും മാത്രമല്ല ആ വിൽപ്പന വളരെ ഭംഗിയായി ക്ലോസ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ അവരുടെ സ്റ്റാഫുകൾക്ക് നിരന്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. ആ സ്റ്റാഫുകൾക്ക് സ്ഥാപനത്തെക്കുറിച്ച് വിശ്വാസമുണ്ടായിരിക്കുക, മേധാവികളെ കുറിച്ച് താല്പര്യമുണ്ടായിരിക്കുക, അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച്, അവരുടെ സർവീസുകളെ കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കുക. അതിലുപരി ഇത് എങ്ങനെയാണ് വരുന്ന കസ്റ്റമറുടെ അടുത്ത് അവതരിപ്പിക്കേണ്ടത്, അവന്റെ അടുത്ത് എങ്ങനെയാണ് വിൽപ്പന നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം ട്രെയിനിങ്ങുകളെ കൊണ്ട് സ്ഥാപനങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ സ്ഥാപനത്തെ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടണമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാഫുകളിലൂടെ ആയിരിക്കും. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങളുടെ സ്റ്റാഫുകളെ പാകപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, അവർ നിങ്ങളുടെ സ്ഥാപനത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. രണ്ട്, അവരുടെ കാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള നിരന്തര ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കെ കഴിഞ്ഞു, എൽ കഴിഞ്ഞു. മൂന്നാമത്തേത് ടി ആണ്, അതായത് ട്രസ്റ്റ്. നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം അതാണല്ലോ എല്ലാം എന്ന ആ പ്രയോഗം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ച്, നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് ആളുകൾക്ക് വിശ്വാസത ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മളെ തേടി വരികയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം സർവീസിന് കൊടുത്താൽ, ഉദാഹരണമായിട്ട് ഒരു കാറാണെന്നിരിക്കട്ടെ, ഒരു ഡീലറുടെ അടുത്ത് നിങ്ങളൊരു കാറ് സർവീസിന് കൊടുത്തു. സർവീസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി 1-2 ദിവസത്തിന് ശേഷം ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾ വിളിക്കും. എന്തറിയുന്നതിന് വേണ്ടി? നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ഡീലറുടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി നിങ്ങളെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി. ഫീഡ്ബാക്ക് ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ചാമ്പ്യൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീഡ്ബാക്ക് ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൃത്യമായി ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ സർവീസ് ആകട്ടെ, പ്രൊഡക്റ്റ് ആകട്ടെ, നിങ്ങളുടെ സ്ഥാപനമാകട്ടെ, ആ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി നിലനിർത്താനും ആ സ്ഥാപനത്തിലേക്ക് ആളുകൾ വിശ്വാസം അർപ്പിക്കാനും സാധിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഫീഡ്ബാക്ക് എടുത്ത് എന്തൊക്കെയാണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ അതെല്ലാം ടൈം ബൗണ്ട് ആയിട്ട് റെക്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വിശ്വാസ്യത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും, ഏതൊരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വാങ്ങുമ്പോഴും അതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് കൽപ്പിക്കുന്നത് നമുക്ക് അറിയുന്നത് പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ ആ പ്രോഡക്റ്റിനെ, ആ സർവീസിനെ, ആ കമ്പനിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ, അതിനാവശ്യമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനത്തെ പ്ലേസ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ സർവീസിനെ കുറിച്ച് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം ഒരു ബ്രാൻഡഡ് സ്ഥാപനമായി മാറും. എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആയിട്ടുള്ള KLT റോൾ ഓഫ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നോ, നിങ്ങളുടെ സ്ഥാപനത്തെ അറിഞ്ഞിരിക്കുക. 2 എല്ലാണ്, നിങ്ങളുടെ സ്ഥാപനത്തെ ആളുകൾ ഇഷ്ടപ്പെടണം. മൂന്നാമത്തത് ട്രസ്റ്റ് ആണ്. അറിഞ്ഞാൽ പോരാ, ഇഷ്ടപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആളുകൾ, കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയുള്ളൂ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള സെയിൽസ് എന്ന പ്രോസസ്സ് അവിടെ സംജാതമാകുന്നുള്ളൂ. അതുണ്ടായെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾ നിലനിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഉന്നതിയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങളുമായി കൺസൾട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ഷെഡ്യൂൾഡ് ട്രെയിനിങ്ങുകൾ, ഏത് രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.